സഹിക്കാനാവാത്ത വെപ്രാളത്തിൽ നിന്നാണ് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഷാഫിക്കെതിരെയുള്ള പുലഭ്യവുമായി രംഗത്തിറങ്ങുന്നത്. സുരേഷ് ബാബു പറയുന്നത് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്ന. കാണാൻ കൊള്ളാവുന്ന ഒരു യുവതിയെ കണ്ടാൽ ഉടൻ ഷാഫി പറമ്പിൽ നമുക്ക് ബാംഗ്ലൂർക്ക് ഒരു ട്രിപ്പിന് പോകാമെന്ന് പറയുമത്രേ. അങ്ങനെ ഇത്തരം യുവതികളുമായി ഷാഫി പറമ്പിൽ ബാംഗ്ലൂർ ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാകുഴപ്പക്കാരനാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല തുടങ്ങിയ ഡയലോഗുകളുമായി സുരേഷ് ബാബു രംഗത്ത് വരുന്നു. സുരേഷ് ബാബു ഒരു ചൂണ്ടയിട്ട് നോക്കിയതാ. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ചൂണ്ടയിൽ എല്ലാവരും കൊളുത്തിയതുപോലെ ഷാഫിക്കെതിരെയുള്ള ചൂണ്ടയിലും എല്ലാവരും കൂടി കൊളുത്തുമെന്ന് കരുതി. രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാതാക്കിയതുപോലെ ഷാഫി എല്ലാവരും കൂടി വേട്ടയാകിടി ഇല്ലാതാക്കുമെന്ന് കരുതി. പക്ഷെ ആ ചൂണ്ടയിൽ ഷാഫി കുത്തിയില്ല. ഷാഫി മാന്യമായ മറുപടി പറഞ്ഞു, ഇത് ആരോപണമല്ല, അധിക്ഷേപമാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് CPM-ന്റെ നയം ഇതാണോ? ഇനി അങ്ങോട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ CPM-കാർ ഔദ്യോഗികമായി കോൺഗ്രസ് നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഇത്തരം ആരോപണങ്ങൾ നിർത്താനാണോ പദ്ധതിയിടുന്നത് എന്ന് ചോദിച്ച് ഷാഫി രംഗത്ത് വന്നു. ചാനലുകൾ ഇതിനെ അധിക്ഷേപമായി മാത്രമേ കണ്ടുള്ളൂ. ചാനലുകൾ ആരും ഷാഫി ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി പെൺകുട്ടികളുടെ അഡ്രസ് അന്വേഷിച്ചു പോയില്ല. ചാനലുകൾ രാഹുൽ മാങ്കുട്ടത്തോട് ചെയ്തത് അതല്ല. അത്തരമൊരു പ്രതീക്ഷയായിരുന്നു CPM-നുണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ബാബുവിന്റെ ആരോപണം സുരേഷ് ബാബുവിന്റെ മാത്രം ആരോപണമായി മാറി. പെട്ടെന്ന് തന്നെ അപകടം തിരിച്ചെന്ന് CPM നേതാക്കൾ കൈയൊഴിഞ്ഞു. പാലക്കാട് CPM-ന്റെ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കൾ AK ബാലനും കൃഷ്ണദാസുമാണ്. രണ്ടുപേരും പറഞ്ഞത് സുരേഷ് ബാബുവാണ്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ, അദ്ദേഹത്തിന്റെ തെളിവ് കാണുമായിരിക്കും. അദ്ദേഹം പറയട്ടെ, അദ്ദേഹമാണ് പറഞ്ഞത്, ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. ഞങ്ങളുടെ തെളിവില്ല, ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞ് പാലക്കാട്ടെ CPM നേതാക്കൾ പോലും കൈയൊഴിഞ്ഞു. ഷാഫിക്കെതിരെ പറയുന്ന ഇത്തരം കള്ളക്കഥകൾ തെളിവുകളില്ലാത്തടത്തോളം കാലം സാധാരണ ജനങ്ങൾ വിശ്വസിക്കില്ല. അത് തിരിച്ചടിയായി മാറും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫിയെ ഒന്ന് വഴിയിൽ തടയാൻ CPM-കാർ ശ്രമിച്ചു. അതിനും അനുഭവിച്ചതാണ്. ഷാഫി അങ്ങ് വെളിയിലേക്ക് ഇറങ്ങുകയാണ്, ചങ്ക് വിരിച്ചങ്ങ് ചെല്ലുകയാണ്. തല്ലാൻ വന്ന സഖാക്കൾക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. MP ആണെന്ന് ഓർക്കണം. ഇത്തരത്തിൽ ഷാഫിയെ പോയി ചൊറിഞ്ഞാൽ പണി കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും സുരേഷ് ബാബു എന്ന CPM നേതാവ് ആ പണിക്ക് ഇറങ്ങി പാർട്ടി കൈ കഴുകി ഓടി രക്ഷപ്പെടുകയാണ്. കാരണം ഈ വിവാദം തുടർന്നാൽ, ഷാഫിയെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്നും ഷാഫിക്ക് മാത്രമല്ല കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒരു വിധത്തിൽ കുഴിയിലിറക്കി വെച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷയാകുമെന്നും കരുതുന്നു. ഈ അവസരം കൃത്യമായി മുതലെടുക്കാനുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ച് മരണ വീടുകളിലും കല്യാണ വീടുകളിലും പോയി അവിടെ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാഫിയെ കൂടി പിടിച്ചിട്ടത്. ഷാഫി എന്ന് പറയുന്നത് പാലക്കാടുകാരുടെ ഒരു വികാരമാണ്. ഷാഫിയോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ രാഹുലിനോടും ഇത് തന്നെയായിരിക്കും ചെയ്തത് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സമയം തെളിഞ്ഞു. കാരണം CPM-നെ കൈപ്പിഴ പറ്റിയാണെങ്കിലും അവർ ഷാഫിയെ പെണ്ണുപിടിയനാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഷാഫി മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലും രക്ഷപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ഉചിതം.